നോയമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. അടുത്ത ബുധനാഴ്ചത്തെ വിശുദ്ധ കുർബാനയോടുകൂടെ 13 നോയമ്പ് അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാ അപ്പോസ്തലന്മാരുടെയും സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ നോയമ്പിൻ്റെ കാലയളവ് നമുക്ക് ഉപകരിച്ചുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ, ഇന്നത്തെ ആരാധനയിലൂടെ, ഇന്നത്തെ അഭിഷേകത്തിലൂടെ നമുക്ക് കിട്ടിയതായ അഭിഷേകത്തിൻ്റെ സന്ദേശങ്ങൾക്ക് നന്ദി പറയാം. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 46 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കേട്ടു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കേട്ടതായ സന്ദേശങ്ങൾ നമുക്ക് വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും വർദ്ധിപ്പിച്ചാൽ നമുക്ക് നന്ദി പറയാം. ഇനി ശേഷിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ ഇതിനകത്ത് എന്തെല്ലാമാണ്? സ്ലീഹന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമെല്ലാം അവനെ അറിയിച്ചു. അതിൽ നമുക്ക് പഠിക്കേണ്ട പാഠം എന്താണ്? അപ്പോസ്തലന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, കർത്താവ് നമ്മളെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടാൽ മടങ്ങി വന്നതിന് ശേഷം റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു നല്ല സ്വഭാവം. നമുക്ക് ആ സ്വഭാവം ഉണ്ടോ? നമ്മൾ കർത്താവിനാൽ ഐക്യപ്പെട്ടിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത്, പോയിട്ട് തിരികെ വന്ന് തങ്ങൾ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും എല്ലാം അവനെ അറിയിച്ചു എന്നാണ് പറയും. അതിൻ്റെ പ്രയോജനം എന്താണ്? മർക്കോസ് 6:30. കർത്താവിനെല്ലാം അറിയാൻ കഴിവുള്ള ആളാണ്. അറിയിച്ചില്ലെങ്കിലും അറിയാൻ കഴിവുള്ള ആളാണ്. ദൂരെ ഇരിക്കുന്ന കാര്യം അറിയാൻ കഴിവുള്ള ആളാണ്. പിന്നെ എന്തിനാണ് അറിയിച്ചത്? ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്ന് മനുഷ്യപുത്രരെ ദൈവപുത്രരാക്കുവാൻ വേണ്ടി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് 12 ശിഷ്യന്മാരെ വിളിച്ച് അവരെ പരിശീലിപ്പിച്ച് അവരെ സുവിശേഷ വേല പഠിപ്പിക്കാൻ വേണ്ടി ഈരണ്ടായി പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അവർ പോയിട്ട് മടങ്ങി വരുന്നതിന് ആ വഴി തന്നെ യോഹന്നാൻ സ്നാപകൻ്റെ കഴുത്തറക്കപ്പെട്ട് ശവസംസ്കാരവും നടത്തി. അവിടെ സംബന്ധിച്ച് അങ്ങനെ അവർ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം, ഒരു ശവസംസ്കാരത്തെ സംബന്ധിച്ച ക്ഷീണം അവർക്കുണ്ട്. 2 തരം ക്ഷീണങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ട്. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് ഇവരുടെ സങ്കടവും ദുഃഖവും ഭാരവും എല്ലാം അറിയിച്ചു. പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമെല്ലാം അറിയിച്ചു. നമ്മൾ ഇത്രയും നാളായിട്ട് പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമെല്ലാം പഠിച്ചതുമെല്ലാം കർത്താവിനെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രം കർത്താവിൽ നിന്ന് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. കർത്താവിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നമ്മളിത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് കർത്താവിന് ബോധ്യമാകും. അതിനുവേണ്ടിയാണ് പറയിപ്പിക്കുന്നത്. എന്താ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കാത്തതിൻ്റെ കാര്യം എന്നാ? നമ്മളെല്ലാം പറയാറില്ല. ചിലതൊക്കെ മൂടി വെക്കും, ചിലതൊക്കെ അങ്ങ് ഒഴിവാക്കും. ആ കാര്യം ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം വേണമെങ്കിൽ സകലതും സ്തോത്രത്തോടെ കർത്താവിനെ അറിയിക്കണം. ആ അറിയിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെല്ലാം വിശദീകരണങ്ങൾ ഇനി ആവശ്യമുണ്ട്, എന്തെല്ലാം അജ്ഞതകളുണ്ട്, എന്തെല്ലാം ബലഹീനതകളുണ്ട് എന്നറിഞ്ഞിട്ട് അത് പരിഹരിക്കാനായി പറയിപ്പിക്കുന്നത്. ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് ചെന്ന് എല്ലാം വിവരിച്ച് പറയുക. ആ പറയുന്നതിനിടയിലാണ് ഇന്ന രോഗമുണ്ട്, ആ രോഗത്തിൻ്റെ കാരണം ഇന്നതായിരിക്കും, അതിന് ഇന്ന കാരണങ്ങളുണ്ടാകാം. ഈ വിവരണത്തിനിടയിലാണ് ഇന്ന വിവരം ഒന്ന് പരിശോധിക്കണം. ഇത് ക്യാൻസറിൻ്റെ ആരംഭമാണോ? തലവേദന വെറും പനിയുടെ മാത്രമാണോ? അതോ അരച്ചോറിനകത്ത് വല്ലതും ട്യൂമറ് വല്ലതും ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വന്നിട്ട് അവരോ ടെസ്റ്റിന് വേണ്ടി കുറിക്കുന്നു. മനസ്സിലായോ? ഒന്നും ഉണ്ടായിരുന്നാലോ ഡോക്ടർ പരിശോധിച്ചിട്ട് തോന്നുന്ന കുറിച്ച് വിടും. എല്ലാം വിവരിച്ച് പറഞ്ഞാലുള്ള ഗുണം, അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തി അപ്പോഴാണ് അവിടെ കൃപകളും കൃപാവരങ്ങളും വൈദഗ്ധ്യങ്ങളും ഉണരുന്നത്. അപ്പോൾ വക്കീലന്മാരോടും ഡോക്ടർമാരോടൊന്നും മറക്കരുതെന്നാണ് പറയുന്നത്. എന്താ, എല്ലാവരോടും തുറന്നു പറഞ്ഞാലേ അവർക്ക് അതിനെ പോയിന്റ് വെച്ച് വാദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഒരു വക്കീലുമാണ്, കർത്താവ് ഒരു ഡോക്ടറുമാണ്. നമ്മുടെ കേസുകൾ സ്വർഗത്തിൽ വാദിക്കുന്ന ഒരു വക്കീലാണ്. നമ്മളെ ആത്മശരീര മനസ്സുകളെ സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു വൈദ്യനുമാണ്. അതുകൊണ്ട് ഈ 2 കാരണത്താൽ കർത്താവ് സകലതും അറിയാൻ അർഹനാണ്. അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. കർത്താവ് അറിഞ്ഞു, കർത്താവിന് അറിയാമല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്. കർത്താവ് എനിക്കിങ്ങനെയാണ്, ഇന്ന കാര്യങ്ങളിൽ ഇന്ന വിഷമം എനിക്കുണ്ട്, ഇന്ന അനുഭവമുണ്ട്. അത് കേട്ടതിന് ശേഷം, അത് സ്വാർത്ഥത്തോട് അറിയിച്ചതിന് ശേഷം മാത്രം കിട്ടുന്ന ചില സമാധാനങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് സമാധാനമോ ആശ്വാസമോ പൂർണ്ണമായി കിട്ടാത്തതിൻ്റെ കാര്യമില്ല. എല്ലാ കാര്യവും നമ്മൾ കർത്താവിനോട് വിശദീകരിച്ച് സ്വാതന്ത്ര്യത്തോടെ പറയണമെന്നാണ് പറയുന്നത്. ആ കാര്യം നമ്മൾ പരിശോധിക്കാൻ സ്വയപരിശോധനാ സഹായിയിൽ ഒരു ചോദ്യം തന്നെയുണ്ട്. കർത്താവിനാൽ ഐക്യപ്പെട്ട് മടങ്ങി വന്ന് എല്ലാം കർത്താവിനെ അറിയിച്ചോ?
എല്ലാം അറിയിക്കാത്ത കേസ് എത്ര എനിക്കുണ്ട്. ആ കേസ് തീർത്തെങ്കിലേ കർത്താവ് മനസ്സലിയുള്ളൂ. ഈ ശിഷ്യന്മാർ തങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിനെ അറിയിച്ചുകൊണ്ടേയിരുന്നു. പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും പഠിപ്പിച്ചതും അനുഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും അവർ കർത്താവിൻ്റെ പല കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇത്രയും കാര്യം പറഞ്ഞപ്പോഴാണ് യേശു അവരോട് വരുവീൻ, നമുക്ക് തനിയെ ഒരു വിജന പ്രദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് നമ്മളെ തനിയെ വിജന പ്രദേശത്ത് കൊണ്ടുപോയി പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാ മൗനവും ഉപവാസവും പ്രാർത്ഥനയും ധ്യാനമൊക്കെ വെച്ചിരിക്കുന്നു. നമ്മുടെ യാമപ്രാർത്ഥനകളിലെല്ലാം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും പഠിച്ചതുമായ കാര്യങ്ങളെല്ലാം കർത്താവേ, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു, ഇന്ന ഇന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു, ഇന്ന ഇന്ന കാര്യങ്ങൾ പഠിച്ചു, അതിനോട് ചേർന്ന് കർത്താവിന് എന്തെങ്കിലും ഞങ്ങളെ ഇനിയും ഞങ്ങൾക്ക് തരാനുണ്ടോ എന്ന് ചോദിച്ച് കർത്താവിൻ നമ്മുടെ ഹൃദയം പകരുമ്പോഴാണ് കർത്താവ് നമ്മളെ വിജനപ്രദേശത്ത് കൊണ്ടുപോയി മരുഭൂമിയുടെ അനുഭവത്തിൽ ഏദൻ തോട്ടം പണിയാൻ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ മരുഭൂമിയിൽ ഏദൻ തോട്ടം പണിത് ആദാമിനെ ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടതായ ഏദൻ തോട്ടം നമ്മൾ സ്വന്തമാക്കിയിട്ട് അത് നമ്മുടെ അടുത്ത അനേക തലമുറകൾക്ക് കൈമാറുവാൻ അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരമായി അവൻ നമ്മളെ മാറ്റും. നിങ്ങൾ കുറച്ച് വിശ്രമിക്കുവീൻ എന്ന് കർത്താവ് കൽപ്പിച്ചു. അപ്പം നമുക്ക് ആവശ്യത്തിന് വിശ്രമം കിട്ടിയിട്ടുണ്ടോ? വിശ്രമവും ആവശ്യമാണ്. വേല മാത്രമല്ല, വിശ്രമവും ആവശ്യമുണ്ട്. ആ വിശ്രമത്തിലും കർത്താവ് കൂടെ കാണും. കർത്താവ് പറയുമ്പോൾ വിശ്രമിക്കണം, കർത്താവ് പറയുമ്പോൾ വേല ചെയ്യണം, കർത്താവ് പറയുമ്പോൾ ഉണരുകയും വേണം. ഈ രണ്ടിലും താളം തെറ്റിലുണ്ട്. വേല ചെയ്യേണ്ടപ്പോൾ ഉറങ്ങും, ഉറങ്ങേണ്ടപ്പോൾ വേല ചെയ്യും. രണ്ടും പ്രശ്നമാണ്. ഒരു രോഗി എന്നെ വിളിച്ച് പറയാറുണ്ട്, ഒരു രോഗിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറക്കമില്ല, വേദനയാണ്, പകലില്ല ഉറക്കമാണ്. അപ്പോൾ പകൽ ജോലി ചെയ്യാനൊക്കെ ഇല്ല. രണ്ടും പ്രശ്നമാണ്. ജോലി ചെയ്യേണ്ടപ്പോൾ ഉറക്കം, ഉറങ്ങേണ്ടപ്പം ഉറക്കളപ്പം, ഓരോതരം. അപ്പോൾ ആ താളം തെറ്റിക്കിടക്കുകയാണ് കാര്യം. അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ കൃത്യസമയത്തെ ഉണർവും ഉറക്കവും ജോലിയും എല്ലാം കർത്താവ് ശരിക്കും ക്രമീകരിച്ചു തരും. അപ്പോൾ വേല ചെയ്യുന്നത് ആഹാരം തന്നെ ആയിത്തീരും. യേശു പറഞ്ഞ് ജോലി ചെയ്യുമ്പോൾ തന്നെ ക്ഷീണം മാറിക്കൊണ്ടേയിരിക്കും. യേശുവിനോടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറുന്ന ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് കർത്താവിനോടൊത്തുള്ള ജീവിതം മൃദുവായ നോക്കും ലഘുവായ ചുവടുമായിരിക്കും. നമ്മുടെ ഭാരങ്ങൾ പങ്കിട്ട് അത് ലഘുവായി തോന്നി അത് നമുക്ക് ആശ്വാസകരമായി കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ആനന്ദ അനുഭവമായി മാറും. ഇന്ന് ഏതെങ്കിലും ജോലി, ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് അസഹനീയമായി തോന്നുന്നെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ അല്ല ആ കാര്യം കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ അർത്ഥം. ഭാര്യയായിരുന്ന മടുത്തോ, ഭർത്താവായിരുന്നു മടുത്തോ, ജോലി ചെയ്ത് മടുത്തോ, ആരാധിച്ച് മടുത്തോ, ധ്യാനിക്കാൻ വന്ന് മടുത്തോ, പ്രാർത്ഥിച്ച് മടുത്തോ, ഇതിനകത്തൊക്കെ മടുപ്പുണ്ടാകാൻ അതെപ്പോഴും യേശുവിനെ കൂടാതെ ഇതൊക്കെ ചെയ്യാം. യേശുവിനെ കൂടാതെ ചെയ്താൽ മടുത്തു പോകും. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ശിഷ്യന്മാർ തങ്ങൾ പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും എല്ലാം അറിയിച്ചതിന് ശേഷം കർത്താവ് അവർക്ക് വിശ്രമം കൊടുക്കുന്നു. കർത്താവ് അവർക്ക് വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലവും ഒരു സമയവും ഒരു സ്ഥലവും കണ്ടെത്തി അവരെ അവിടേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ കർത്താവ് തന്ന വിശ്രമങ്ങൾ ആരെങ്കിലും തട്ടിപ്പറിച്ചെന്നിരിക്കും. അന്നേരം വിഷമിക്കുക, അതും കർത്താവിനെ അറിയിക്കണം. കർത്താവ് തന്നത് പലതും മറ്റുള്ളവർ അപഹരിക്കാൻ സാധ്യതയുണ്ട്. അതും ആരെ അറിയിക്കണം? കർത്താവിനെ അറിയിച്ചാൽ കർത്താവിന് നീക്കുമൊക്കെ ഉണ്ടാക്കും. അല്ലാതെ നമ്മൾ പിറുപിറുക്കുകയോ പരിഭവിക്കുകയോ അരുതെന്നാണ്. അങ്ങനെ ഈ രണ്ടുപേരായി പോയി പല സ്ഥലങ്ങളിൽ പോയി നല്ലവണ്ണം ക്ഷീണിച്ചു വന്നിരിക്കുന്നവർ കർത്താവ് വിശ്രമം കൊടുത്തു, വിശ്രമിക്കാൻ കൽപ്പിച്ചു. അവർ വിശ്രമിക്കാൻ പോയപ്പോൾ ആവശ്യക്കാർക്ക് ഔചിത്യബോധമില്ല എന്നുള്ള തത്വപ്രകാരം അറിഞ്ഞും കേട്ടും 5000 കുടുംബങ്ങളാണ് തള്ളിക്കേറിഞ്ഞ് വന്നത്. അപ്പോൾ വിശ്രമിക്കാനൊക്കെയോ വിശ്രമം മാറ്റിവെക്കേണ്ടി വന്നു. അവരെ വിശ്രമിപ്പിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കേണ്ട കർത്താവിൻ്റെ ശുശ്രൂഷ വഴിമാറിപ്പോയി. അത് 5000 പേരിലേക്ക് തിരിച്ചു വിടേണ്ടി വന്നു. നമുക്കും അങ്ങനെ സംഭവിക്കാം. ആ യേശുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ ആത്മാവിലാണെങ്കിൽ അതിന് നമുക്ക് ശക്തി കിട്ടുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ? കർത്താവിന് അപ്പോസ്തലന്മാർക്കും വിശ്രമിക്കാനുള്ള സമയത്താണ് 5000 കുടുംബക്കാരുടെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടി വന്നത്. നമുക്കും അങ്ങനെ സംഭവിക്കാം. നമുക്കും അത്യാവശ്യമായ ഒത്തിരി ജോലികളുള്ള സമയം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് മരിച്ചെന്ന് കേട്ടാൽ പോകാതിരിക്കാനൊക്കെ, ഒരാളെ ആശുപത്രിയിലാക്കി മരിക്കാൻ പോകുമെന്ന് കേട്ടാൽ പോകാതിരിക്കാനൊക്കെ, പല കാര്യങ്ങൾ മാറ്റിവിട്ടേച്ചങ്ങ് പോവുക. എന്നാൽ അതും കർത്താവിനെ അറിയിക്കാമെങ്കിൽ നമ്മൾ മാറ്റിവെച്ച കാര്യങ്ങൾ ചെയ്യാൻ പിന്നെയും നമുക്ക് അവസരം ദൈവം തരികയും ശക്തി തരികയും ചെയ്യുമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കും. അതറിയിക്കാം. അതുകൊണ്ട് എല്ലാം കർത്താവിനെ അറിയിച്ചാൽ കർത്താവ് എല്ലാത്തിനും നീക്കുപോക്ക് തരും.
കർത്താവിൻ്റെ മനസ്സിലും അവിടെയും ഉണ്ടെന്നാണ്. നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് വേറെ ആൾ നമ്മളെ ജോലിക്ക് വിളിക്കുന്നെങ്കിൽ കർത്താവ് ക്ഷീണമുണ്ടെന്ന് ഉറങ്ങിയാൽ കൊള്ളായത് പറ്റുന്നില്ലല്ലോ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങ് ഒന്ന് കണ്ണടച്ചപ്പോഴാണ് അതിഥികൾ വന്ന് മുട്ടുക. തുറക്കാതിരിക്കാനൊക്കുമോ, കേൾക്കാതിരിക്കാനൊക്കുമോ? അപ്പോഴത്തെ നമ്മുടെ മുഖം കണ്ടാൽ എങ്ങനെ ഇരിക്കും? വരുന്നവർക്ക് വന്ന അബദ്ധമായി പോയല്ലോ എന്ന് തോന്നില്ലേ? അപ്പോൾ ആ കർത്താവിനെ കണ്ടേച്ചേ പോയി കാണാം കേട്ടോ. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെങ്കിലും വന്ന് മുട്ടിയാൽ കർത്താവ് ഇതേണ്ട ഉറങ്ങാൻ നമുക്കൊന്നിച്ചൊന്ന് ഉറങ്ങാവുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങിയായിരുന്നു എന്ന് കടഞ്ഞത് ഇതേണ്ട മുട്ടുന്നു, ബെല്ലടിക്കുന്നു. കർത്താവിനോട് വിവരം പറഞ്ഞ് മുഖമൊക്കെ ഒന്ന് കഴുകി സന്തോഷമായിട്ട് വേണം അവർ ചെന്ന്. അല്ല ഉറക്കളച്ചേച്ച് വന്നാന്നൊന്നും തോന്നരുത്. അപ്പം പിന്നെ അല്ലേ അവർക്ക് വരാൻ തോന്നുകയില്ല. എന്താ? അപ്പോൾ അതുകൊണ്ട് അവരെ സന്തോഷത്തോടെ സ്വീകരിക്കണം. കർത്താവിൻ്റെ മാതൃക. കർത്താവിനും ശിഷ്യന്മാർക്കും വിശ്രമിക്കാൻ കിട്ടിയ സമയത്താണ് 5000 പേര് കയറി ഇങ്ങോട്ട് വന്നത്. അത് ഉടനെ തന്നെ കർത്താവ് ആരെ അറിയിച്ചു? പിതാവിനെ അറിയിച്ചു. പിതാവേ, തേണ്ട 5000 കുടുംബക്കാരും കൂടെ വന്നിരിക്കും, ഞാൻ എൻ്റെ ശിഷ്യന്മാരെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചു. മോനെ പേടിക്കണ്ട, അവരെ എപ്പോഴും കൈ കിട്ടുകയല്ലേ, ശിഷ്യന്മാരെപ്പോഴും കൂടെ ഇല്ലേ, അവർ ഉറക്കളച്ചോട്ടെ, ചില ക്ഷീണിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവരതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാ. മറ്റവരെ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായി ഈ കയറി വന്നിരിക്കുന്നത്. കുടുംബമായിട്ട് ഇറങ്ങി വന്നിരിക്കുക. ഭാര്യയും മക്കളും 2-3 പിള്ളേരും കാണും ചിലപ്പോൾ. അങ്ങനെ കുടുംബമായിട്ട് ഇവർ ഒന്നിച്ച് കയറി വന്നിരിക്കുന്ന അത്രയ്ക്ക് വെറുതെ മുട്ടിയിട്ടാണ് അവരെ, അല്ലെ ആരെങ്കിലും വീട് വിട്ട് ഇറങ്ങുമോ? അപ്പോൾ കർത്താവിനെ ഇന്നിടത്ത് എന്നാ കാണാമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മറന്ന് അവരെ. അപ്പോൾ നമ്മളും അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ത്യാഗം സഹിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് ദീർഘക്ഷമ, ദയ, പരോപകാരം. അപ്പോൾ ദീർഘക്ഷമയുടെയും ദയയുടെയും പരോപകാരത്തിൻ്റെയും ഫലം അപ്പോൾ അങ്ങോട്ട് ഉണർന്നു. അവർ ഈ കർത്താവും 12 അപ്പോസ്തലന്മാരും കൂടി ഈ പകൽ സമയത്ത് അവർക്ക് വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ 5000 പേരെ ആശ്വസിപ്പിക്കാൻ കർത്താവിനോടത്ത് വേല ചെയ്യാൻ ഈ മനോഭാവം നമുക്കുണ്ടോ? ആ സമയത്ത് അസ്ഥാനത്ത് നമ്മുടെ വീട്ടിൽ കയറി വന്നതോട് നമ്മൾ മുഷിഞ്ഞ് സംസാരിച്ചതിന് ആരോടാണ് മുഷിഞ്ഞത്? യേശുവിനോടാണ്. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങളെന്നെ കൈക്കൊണ്ടില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പരാതി നമുക്ക് ഉണ്ടെങ്കിൽ അത് തീർക്കാൻ ഈ 13 നോയമ്പ് ദിവസങ്ങൾ ഉതകട്ടെ. 13 നോയമ്പിന് ശേഷിക്കുന്ന ദിവസങ്ങളിലെ ഉപവാസവും പ്രാർത്ഥനയും അങ്ങനെയുള്ള പരാതി തീർക്കാനിടയാക്കട്ടെ. അപ്പോസ്തലന്മാരോടും കർത്താവിൻ്റെ ആ കൃപ ചോദിക്കണം. കർത്താവ് ഇങ്ങനെ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ സ്വകാര്യതയും ഞങ്ങളുടെ വിശ്രമവും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ പണവും ഞങ്ങളുടെ സ്വസ്ഥതയും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പലരും ഞങ്ങളുടെ ഇതിലേക്ക് കയറി വരാറുണ്ട്. ഞങ്ങൾക്ക് അവരുടെ പരിഭവവും പരാതിയൊക്കെ തോന്നിയിട്ടുണ്ട്. നിന്നോട് ഈ കാര്യം പറഞ്ഞ് ദീർഘക്ഷമയുടെയും ദയയുടെയും പരോപകാരത്തിൻ്റെയും ആത്മഫലങ്ങൾ വിളയിച്ചുകൊണ്ട് അത് അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ നേടുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റബോധത്തോടെ അത് കുമ്പസാരി ചെയ്തിട്ട് പറഞ്ഞ് നോയമ്പെടുക്കാമെങ്കിൽ കർത്താവ് നമുക്ക് എപ്പോൾ വന്നാലും സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വചനമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യനായ തീമോത്തിയോസിന് കൊടുത്ത ഒരു സന്ദേശമാണ്, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. ആത്മനിറവുള്ളവർക്ക് മാത്രമേ എവർഗ്രീൻ ആൻഡ് എവർഡിയാനുള്ളൂ. എവർഗ്രീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ എപ്പോഴും പച്ചച്ചിരിക്കുക, അല്ലേ? എപ്പോഴും പുഷ്ടിപ്പെട്ട് ഇരിക്കുക. അതുകൊണ്ട് എവർഗ്രീനും എവർഡിയായി ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. യേശുവിനോടൊപ്പം എല്ലാം ചെയ്താൽ, എല്ലാം പിതാവിനെ അറിയിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, എല്ലാം ന്യായമായി വിധിക്കുന്നെങ്കിൽ, പരമേൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എല്ലാം സഹിക്കാനും വഹിക്കാനും സാധിക്കും. കർത്താവിൻ്റെ ആ സ്വഭാവം പത്രോസിയ പഠിച്ചു. പത്രോസിയ അത് പഠിച്ചതിന് ശേഷമാണ് തലകീഴായി കുരിശിക്കപ്പെടുന്നതുവരെ അനേക കാര്യങ്ങളെ തന്നെ നേടുവാൻ ആത്മാവിൽ നിറഞ്ഞത്. പത്രോസിയ തൻ്റെ ലേഖനത്തിൽ ആ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിന് സംഭവിച്ചതായ എല്ലാ വേദനാജനകമായ സന്ദർഭങ്ങളും എല്ലാ പ്രശ്നങ്ങളും കാര്യം ന്യായമായി വിധിക്കുന്നെങ്കിൽ പരമേൽപ്പിച്ചുകൊണ്ടിരുന്നൊരു സ്വഭാവം യേശുവിനുണ്ട്. ആ വാക്യം എവിടെയാണെന്ന് നമുക്കറിയാം. 1 പത്രോസ് 4 ആണോ 2 ആണോ നോക്കിയാട്ടെ. 1 പത്രോസ് 2:23 ഒന്ന് വായിച്ചാട്ടെ. കർത്താവിൻ്റെ ആ സ്വഭാവം നമുക്കുണ്ടോ? തന്നെ അധിക്ഷേപിച്ചപ്പോഴും താൻ മന്ത്രവാദിയാണെന്ന് പറഞ്ഞപ്പോഴും തന്നെ ശകാരിച്ചിട്ട് ശകാരിക്കാതെയും കഷ്ട അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നെങ്കിൽ കാര്യം പരമേൽപ്പിക്കും. അങ്ങനെ ഒരു പരമേൽപ്പിക്കൽ നമുക്കുണ്ടോ? നമ്മൾ തന്നെ ജഡ്ജിയും വക്കീലും പോലീസും ഒക്കെ ആകുക. ഓരോ പ്രശ്നം ഉണ്ടായാലേ എന്താ, വഴി വെച്ച് ഒരു വണ്ടി ഇടിച്ചാൽ അങ്ങനെ ഇരിക്കും. കണ്ട നിൽക്കുന്നവരെല്ലാം പോലീസും വക്കീലും ജഡ്ജിയും ഒക്കെ അങ്ങ് ആവുക, അടിച്ചോളുക. പക്ഷേ പോലീസിനെ അറിയിക്കാൻ അവർക്ക് ക്ഷമയില്ല. അത് ശരിയാണോ? കാര്യം അറിയിക്കേണ്ടവരെ അറിയിച്ചാൽ മതി. അതാണ് ന്യായമായ ബോധം, അല്ല മറ്റേ അതിക്രമം എന്നതിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ
ആയാൽ ശിഷ്യന്മാരുടെയും കർത്താവിൻ്റെയും കാലത്തെ ആ അനുഭവം നമ്മുടേതായി തീരുവാൻ എല്ലാം പിതാവിന് സമർപ്പിക്കുന്ന സ്വഭാവം നമ്മൾ കൈവരിക്കണം. ഇതാ ശിഷ്യന്മാരെല്ലാം തൻ്റെ ഗുരുവിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിശ്രമത്തിൻ്റെ അവസരം ഇതാ 5000 പേര് അപഹരിക്കുന്നു. ആ കാര്യവും ആരെ അറിയിച്ചു? പിതാവിനെ അറിയിച്ചു. അപ്പോൾ ഉണ്ടായ അത്ഭുതമാണ് നമ്മളൊന്ന് കേട്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാത്തതിൻ്റെ കാര്യം എന്നാ? ഈ സ്വഭാവം നമുക്കില്ല. ആ സ്വഭാവം ഉണ്ടാകാമെങ്കിൽ നമുക്ക് ഒത്തിരി അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ, അത്ഭുതത്തിൻ്റെ പങ്കാളികളാകണമെങ്കിൽ ഒന്നും സ്വന്തം വിവേകത്തിൽ ഒന്നാതെ ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ കാര്യം ദൈവത്തെ അറിയിക്കുന്ന സ്വഭാവം ഉണ്ടായാൽ മതി. ഉള്ളതങ്ങ് ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ കർത്താവ് നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വിശ്രമത്തിൻ്റെ അവസരം 5000 പേരെ അപഹരിച്ചു. അത് പിതാവിനെ അറിയിച്ചപ്പോൾ ആ വിശ്രമവേളയെ കഠിനാധ്വാനത്തിൻ്റെ അവസരമായി മാറ്റുകയാണത്. അവർക്ക് ഈ 5000 പേരെ യേശുവിനോടൊത്ത് കൈകാര്യം ചെയ്യാൻ നല്ല ബന്ധപ്പെട്ട പണിയാണ്. എല്ലാവരും തള്ളിക്കയറി വരിക. അവർ ഓരോരുത്തരെയും ലൈനായിട്ട് പിടിച്ചു നിർത്തി ഏറ്റവും അത്യാവശ്യക്കാരെ ആദ്യം പറഞ്ഞു വിട്ട് ചില സമയമുള്ളവരെ പുറകിലോട്ട് മാറ്റി ഇങ്ങനെയൊക്കെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് കാണില്ലേ. ഈ 12 പേർക്ക് ഒത്തിരി വോളണ്ടിയേഴ്സായിട്ട് ഒത്തിരി പണി ചെയ്ത് കാണും. സന്ധ്യ ആറായപ്പോഴത്തേക്ക് അവർ കുഴഞ്ഞു. അതും അവർ കർത്താവിനെ അറിയിക്കുകയാണ്. പക്ഷെ അവിടെ അവർക്കുണ്ടായിരുന്ന ഒരു ബലഹീനത, അവർ തന്നെ ചില തീരുമാനം എടുത്തു. അത് ശരിയായില്ല. അത് അവരുടെ അപക്വതയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രശംസനീയമായ വശം അവർ പഠിപ്പിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞു. അത് വിശ്രമത്തിലേക്ക് അവരെ നയിച്ചു. ആ വിശ്രമം പോയി. അപ്പോൾ അവിടെ ഈ 5000 പേരെ കൈകാര്യം ചെയ്തപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അവർ കാണിച്ചത്. അക്ഷമ അവർക്ക് വന്നു. ദീർഘക്ഷമ ദയ പരോപകാരത്തിന് അതങ്ങ് പരിധി. കർത്താവിൽ നിന്ന് കിട്ടിയ കടം കൊണ്ടാണ് അവർ ജീവിച്ചത്. പക്ഷേ കടം കിട്ടിയതെല്ലാം അങ്ങ് തീർന്നു, സ്റ്റോക്കൊക്കെ തീർന്നു. അപ്പോൾ അവരെ തനിനിറം വെളിയിൽ വന്നു. ഇനി അവർക്ക് സഹിക്കാൻ ക്ഷമയുടെ നെല്ലിപ്പലക വരെ എത്തുക എന്ന് പറയും. ക്ഷമയുടെ അങ്ങേയറ്റം വരെ ചെന്ന് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഇനി എന്നെക്കൊണ്ട് ക്ഷമിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്ന സമയം നമുക്കും ഉണ്ടാകാം. അപ്പോൾ ആ വിവരം ആരെ അറിയിക്കണം? അപ്പച്ചോ എൻ്റെ ഷോക്കൊക്കെ തീർന്നു, എന്നെ കൊണ്ട് ഇനിയും മേല. കർത്താവിന് പോലും ഗസമനാ തോട്ടത്തിൽ അങ്ങനത്തെ അനുഭവം വന്നു. അപ്പച്ച എന്നെക്കൊണ്ട് മേല, പ്രാർത്ഥിക്കാൻ മേല, സഹിക്കാൻ മേല, പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ പിടിച്ചുകൊണ്ട് വന്നവർ അവരും കിടന്ന് ഉറക്കുക. ആ കാര്യം ആരെ അറിയിച്ചു? പിതാവിനെ അറിയിച്ചപ്പോൾ പിതാവ് ഒരു മാലാഹയെ, സ്പെഷ്യലിസ്റ്റ് മാലാഹ വന്നു. ആ മാലാഹയുടെ സാന്നിധ്യത്തിലാണ് പിന്നെ വേല തികച്ചിട്ട് ഈ ഉറങ്ങുന്നതോടെ അടുത്തുനിന്ന് ഒരു കല്ലേറ് ദൂരം അങ്ങോട്ട് മാറിയിരുന്ന് പ്രാർത്ഥിച്ച് മാലാഹയോടൊപ്പം കാര്യം നടത്തുക. അപ്പോൾ ചിലടത്തിൽ നിന്ന് മാറിപ്പോകേണ്ടി വരും. ഉറങ്ങുന്നതോടെ ഇരുന്ന് നമ്മൾ ഉറക്കം തൂങ്ങിപ്പോവും. അവരെ ഉണർത്തുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ മാറിയേക്കായിരിക്കും. അവരുറങ്ങുന്നേ ഉറങ്ങിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഉണർത്താൻ പോയാൽ അവരുടെ ഉറക്കവും അവർ പിന്നെയും കിടന്ന് ഉറങ്ങിയെന്നിരിക്കും. നമ്മുടെ അത്രയും സമയം അങ്ങ് പോവും. ആ സമയം ചിലപ്പോൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ മാലാഹമാരുടെ കാവൽ നമുക്ക്. അപ്പം മാലാഹമാരുടെ കാവൽ കിട്ടേണ്ട സമയം നമ്മൾ പരിഹസിക്കുകയോ പിറുപിറുക്കുകയോ പിന്മാറുകയോ നിരാശപ്പെടുകയോ ചെയ്തെങ്കിൽ അതിന് ക്ഷമ ചോദിക്കണ്ടേ? ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത്ഭുതം നടന്നതിൻ്റെ കാര്യമായി പറഞ്ഞത്. ഈ മനോഭാവങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ നമുക്കും അത്ഭുതത്തിൻ്റെ പങ്കാളികളാകാൻ സാധിക്കും. വളരെ പേരവിടെ വരികയും പോവുകയും ചെയ്യുക കൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് സൗകര്യം ഉണ്ടായില്ല. അതൊരു കുരിശാണ്. നാൾതോറും കർത്താവിനെ അന്വേഷിക്കുമ്പോൾ, കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഒത്തില്ലെന്നിരിക്കും, മാറ്റി മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഷുഗർ കൂടിയെന്നിരിക്കും, ഷുഗർ കുറഞ്ഞെന്നും ഇരിക്കും. ഡയബറ്റിക് ആണെങ്കിലേ ഒന്നും കഴിച്ചില്ലേ ഷുഗർ കുറയാം. ചിലപ്പോൾ മറ്റേ ടെൻഷൻ അടിച്ചാൽ ഷുഗർ കൂടാനും സാധ്യതയുണ്ട്. ഇതെല്ലാം സഹിച്ചുകൊണ്ട് വേല ചെയ്യേണ്ടി വരും. അത് ആരെ അറിയിക്കണം? കർത്താവിനെ അറിയിക്കണം. എനിക്ക് ചിലപ്പോൾ ഷുഗർ കൂടാറുള്ളപ്പോൾ ഞാൻ കർത്താവിനോട് പറയും, ആ ഷുഗർ താങ്ങി 2 എണ്ണം വന്നിട്ട് ഞാനതിനങ്ങ് മാറ്റി. അങ്ങനെ ഷുഗർ താങ്ങി ഇന്ന് 4 ഉണ്ട്, അതിന് പകരം കൊടുത്ത് വേറെ വഴിക്ക് വിട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് നോർമലാവും. അപ്പോൾ പ്രാർത്ഥനയിടയിൽ ഷുഗറിൻ്റെ ചികിത്സ കർത്താവ് നടത്താറുണ്ട്. അപ്പോൾ ഷുഗറിൻ്റെ അസുഖമുള്ള നന്നായില്ലേ? അങ്ങനെ ഷുഗർ ഉള്ളവരോട് നമുക്ക് സഹതാപം വരാനും ഈ കാര്യം കർത്താവിനോട് പറഞ്ഞാൽ കർത്താവിന് ദൂതന്മാരുണ്ടെന്ന് ഷുഗർ താങ്ങി മാറ്റാനും ഷുഗർ മുടക്കി വെക്കാനുമുള്ള സംവിധാനം കർത്താവിനുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചറിയാൻ വേണ്ടി ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദിനചര്യകൾ താളം തെറ്റുന്ന സാഹചര്യം നമുക്കുണ്ടാകാം. അത് വലിയ അസ്വസ്ഥതയാണ്. ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങാനൊക്കെ ഇല്ല, ആഹാരം കഴിക്കുമ്പോൾ ആഹാരം, കുളിക്കാനൊക്കെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അടിയന്തരാവസ്ഥയിൽ വേല ചെയ്യേണ്ടി വരും. അപ്പോഴും നമ്മുടെ കൂടെ ആരുണ്ട്?
ഈ കർത്താവ് ശിഷ്യന്മാരുമുണ്ട്. അവരെ ഓർത്തോണം. അവർക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവരെ കൂടെ കൂട്ടി വിളിക്കാമെങ്കിൽ അതിൻ്റെ ഇടയിൽ കരുവാളിക്കാതെ, കടുവയുടെ മുഖം പോലെ ആകാതെ സുസ്മേരവദനരായി സന്തോഷത്തോടെ ആ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന് ആര് പറയും? അവർ പറയും. അവർ സാക്ഷി ചേച്ചു പോകും. അയ്യോ, എങ്കിലും ഞങ്ങൾ സ്വകാര്യത കളഞ്ഞല്ലോ, ഞാൻ ആവശ്യക്കുള്ളിൽ വന്നതാ, ക്ഷമിക്കണം, എങ്കിലും ഞങ്ങളോട് വളരെ കരുണയായിട്ട് പെരുമാറിയല്ലോ, ഞങ്ങളുടെ കാര്യമൊക്കെ അന്വേഷിച്ചിട്ടോ എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് അപ്പോൾ യേശുവിനെ സാക്ഷിക്കാൻ നല്ല അവസരമാണ്. ഉറക്കളയ്ക്കേണ്ട സമയം, വിശക്കുന്ന സമയം, ക്ഷീണമുള്ള സമയം, അസൗകര്യമുള്ള സമയം നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ കർത്താവ് അവരെ അറിയിക്കുന്നതേ അവരങ്ങനെയാണ് നിങ്ങളെ സേവിച്ചത്. അതെന്നോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുമാണെന്ന് പറയുമ്പോൾ അവരാരെ കാണും? യേശുവിനെ കാണും. അങ്ങനെയാണ് യേശുവിനെ സാക്ഷിക്കുന്നത്. അപ്പോൾ പിതാവിനെ അവരെ കാണിച്ചു കൊടുക്കും. ഈ ശിഷ്യന്മാരും കർത്താവും ഈ അനുഭവങ്ങളിൽ കൂടെ പിതാവിൻ്റെ കരുതൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സൗകര്യം കിട്ടാതെ പോയി. പലരും കണ്ട് തിരിച്ചറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും ആളുകൾ അവിടെ ഓടി വന്ന് മുമ്പേ അവിടെ എത്തി. കരയ്ക്കിറങ്ങിയപ്പോൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നതിനാൽ അവരുടെ മനസ്സലിഞ്ഞ് വളരെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവരെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയിൽ ഇവർ 13 പേർ വ്യാപൃതരാകേണ്ടി വന്നു. ഇങ്ങനെയുള്ള അവസരം നമുക്കും വരും. അതിനു മുമ്പേ നമ്മൾ ആത്മാവിൽ ആയിക്കൊള്ളണം. ആത്മാവിൽ നിറഞ്ഞെങ്കിലേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സമനില തെറ്റാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. സമയം ആയതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ പുറയിൽ അവരെന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. അവിടെ വിശ്രമം കളഞ്ഞു, അവിടെ സ്വസ്ഥത കളഞ്ഞു, അവിടെ സമയം കളഞ്ഞു. അതെല്ലാം കർത്താവിന് വേണ്ടി, അനേകർക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഉള്ളതങ്ങോട്ട് പിതാവിനെ കാണിച്ച് വാഴ്ത്തി നോക്കിയപ്പോൾ ഈ 5000 പേർക്കും തൃപ്തിയായി. 5000 പേരുടെ കൂടെ വന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം തൃപ്തിയായി. 12 വട്ടം മിച്ചവും കിട്ടി. ഇങ്ങനെ എല്ലാം മിച്ചം വെക്കുന്ന ആ അനുഭവത്തിൽ അത്ഭുതമില്ലാത്ത സമയത്ത് ഈ മിച്ചം വെക്കുന്ന കഷ്ണം കൊണ്ട് ജീവിക്കാനോട് കർത്താവിന് കരുതലുണ്ട്. എല്ലാ അത്ഭുതങ്ങളിലും അത്ഭുതമില്ലാത്ത സമയത്തേക്കുള്ളൊരു കരുതലും കൂടെ കർത്താവിന് ഉണ്ട്. അതും കൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കർത്താവിൽ എപ്പോഴും ആശ്രയിക്കാൻ സാധിക്കും. തലകളെ ഉണക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. 12 അപ്പോസ്തലന്മാരും കർത്താവും കൂടെ കൂടി അവിടെ സ്വകാര്യതയിലേക്ക് കയറി വന്ന 5000 കുടുംബക്കാർക്ക് വേണ്ടി അവിടെ ദീർഘക്ഷമയുടെയും ദയയുടെയും പരോപകാരത്തിൻ്റെയും ആത്മഫലങ്ങൾ യേശുവിൽ നിന്ന് വാങ്ങിച്ച് അവർ കൊടുത്തു. അവരുടെ സ്റ്റോക്ക് മുഴുവൻ തീർന്നപ്പോൾ അവിടെ നിസ്സഹായാവസ്ഥ പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞു വിടണ്ട, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്കത് വലിയ പ്രശ്നമായെങ്കിലും അതും അവർ ദൈവത്തിൽ സമർപ്പിച്ചപ്പോൾ കർത്താവ് ഞങ്ങളിത് ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താ ചെയ്യാനൊക്കും, അത് മതിയെന്ന് പറഞ്ഞ് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം ഇന്ന് എല്ലാ കുർബാനയിലും, എല്ലാ ധ്യാനമന്ദിരങ്ങളിലും, എല്ലാ സുവിശേഷ പന്തലുകളിലും, സുവിശേഷ ഇടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കിട്ടിയത് എല്ലാ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.